ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രമുഖ ബ്രാൻഡിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ആ ബ്രാൻഡിന്റെ പേരാണ് സാവ്ലോൺ. നമ്മുടെയെല്ലാം വീടുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു മരുന്നാണിത്. മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് സാവ്ലോൺ ആണ്. എന്നാൽ ഈ സാവ്ലോൺ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു പിന്നിൽ വലിയ ഒരു ചരിത്രമുണ്ട്. വലിയ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കഥയാണിത്. ഈ ബ്രാൻഡ് കടന്നുപോയ വഴികൾ വളരെ കഠിനമായിരുന്നു. ഇന്ന് ഞാൻ ആ പൂർണ്ണമായ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തുടക്കം എവിടെ നിന്ന്? ആദ്യം നമുക്ക് ഈ പേരിന്റെ അർത്ഥം നോക്കാം. സാവ്ലോൺ എന്ന പേര് എവിടെ നിന്നാണ് വന്നത്? ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇംപീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനിയെ ICI എന്നാണ് ചുരുക്കത്തിൽ വിളിച്ചിരുന്നത്. ഇവർക്ക് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ നഗരത്തിനടുത്തായി ഒരു വലിയ ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയുടെ പേര് ആവ്ലോൺ വർക്സ് എന്നായിരുന്നു. ഈ ഫാക്ടറിയിൽ നിന്നാണ് സാവ്ലോൺ എന്ന മരുന്ന് ആദ്യമായി നിർമ്മിച്ചത്. ആവ്ലോൺ എന്ന പേരിൽ നിന്നാണ് അവർ സാവ്ലോൺ എന്ന പേര് ഉണ്ടാക്കിയത്. ഇതിൽ പ്രധാനമായും 2 മരുന്നുകളാണുള്ളത്. ഒന്നാമത്തേത് സെട്രിമൈഡ് ആണ്. രണ്ടാമത്തേത് ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് ആണ്. ഇവ രണ്ടും മികച്ച ആന്റിസെപ്റ്റിക് മരുന്നുകളാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ ഇവയ്ക്ക് വലിയ കഴിവുണ്ട്. തുടക്കത്തിൽ ആശുപത്രികളിൽ മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. സർജറി സമയത്ത് ചർമ്മം വൃത്തിയാക്കാൻ ഡോക്ടർമാർ ഇത് ഉപയോഗിച്ചു. പിന്നീട് ചെറിയ മുറിവുകൾ വൃത്തിയാക്കാനും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ക്രമേണ ഇത് എല്ലാ വീടുകളിലും എത്തി. വർഷങ്ങൾ കടന്നുപോയി. 1992 ഒരു വലിയ മാറ്റം സംഭവിച്ചു. അമേരിക്കൻ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസൺ സാവ്ലോൺ ബ്രാൻഡിനെ വാങ്ങി. ICI കമ്പനിയിൽ നിന്നാണ് അവർ ഇത് വാങ്ങിയത്. ഇതോടെ സാവ്ലോണിന്റെ തലവര മാറി. ജോൺസൺ ആൻഡ് ജോൺസൺ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിപാലന കമ്പനിയാണ്. അവർ സാവ്ലോണിനെ ലോകം മുഴുവൻ എത്തിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും അവർ സാവ്ലോൺ വിറ്റു. 1993 സാവ്ലോൺ ഇന്ത്യയിൽ ഔദ്യോഗികമായി എത്തിയത്. ആ സമയം ഇന്ത്യയിൽ ഒരു വലിയ ആന്റിസെപ്റ്റിക് ബ്രാൻഡ് ഉണ്ടായിരുന്നു. അതാണ് ഡെറ്റോൾ. ഡെറ്റോളിനെ തോൽപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ജോൺസൺ ആൻഡ് ജോൺസൺ അതിന് തയ്യാറായി. അവർ പുതിയ പരസ്യങ്ങൾ നൽകി. സാവ്ലോൺ ഉപയോഗിച്ചാൽ മുറിവിൽ നീറ്റൽ ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞു. കൂടുതൽ ഫലം, കുറഞ്ഞ നീറ്റൽ എന്നതായിരുന്നു മുദ്രാവാക്യം. പരസ്യങ്ങൾക്കായി അവർ ഒരുപാട് പണം ചിലവാക്കി. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഈ പരസ്യങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചില്ല. ആളുകളുടെ മനസ്സിൽ ഒരു തെറ്റായ ധാരണയുണ്ടായിരുന്നു. മുറിവിൽ മരുന്ന് വെക്കുമ്പോൾ നീറ്റൽ ഉണ്ടാകണം. നീറ്റൽ ഉണ്ടായാൽ മാത്രമേ മരുന്ന് പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ആളുകൾ വിശ്വസിച്ചു. നീറ്റൽ ഇല്ലാത്തതുകൊണ്ട് സാവ്ലോൺ ഒരു മോശം മരുന്നാണെന്ന് അവർ കരുതി. അതിനാൽ സാവ്ലോണിന്റെ വിൽപ്പന വളരെ കുറവായിരുന്നു. ഈ സമയം ഡെറ്റോൾ ഒരു പുതിയ തന്ത്രം പ്രയോഗിച്ചു. അവർ പുതിയ പരസ്യങ്ങൾ പുറത്തിറക്കി. മരുന്ന് പ്രവർത്തിക്കുമ്പോൾ നീറ്റൽ ഉണ്ടാകുമെന്ന് ഡെറ്റോൾ പരസ്യങ്ങളിൽ പറഞ്ഞു. അതോടൊപ്പം ഡെറ്റോൾ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി. ജോൺസൺ ആൻഡ് ജോൺസന്റെ മറ്റൊരു വലിയ ബ്രാൻഡായിരുന്നു ബാൻഡെയ്ഡ്. ഡെറ്റോൾ പുതിയ പ്ലാസ്റ്ററുകൾ ഇറക്കി ബാൻഡെയ്ഡിന് വലിയ ഭീഷണി ഉണ്ടാക്കി. ഇത് ജോൺസൺ ആൻഡ് ജോൺസനെ വളരെ ഭയപ്പെടുത്തി. അവർ സാവ്ലോണിന്റെ പരസ്യങ്ങൾ കുറച്ചു. പകരം ബാൻഡെയ്ഡിനെ രക്ഷിക്കാൻ അവർ ശ്രമിച്ചു. ഇതിന്റെ ഫലമായി സാവ്ലോൺ ഇന്ത്യയിൽ ഒരു പരാജയമായി മാറി. വർഷങ്ങളോളം സാവ്ലോൺ വിപണിയിൽ ഒതുങ്ങിപ്പോയി. 2015 സാവ്ലോണിന്റെ ചരിത്രത്തിൽ വീണ്ടും ഒരു വലിയ മാറ്റമുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ITC സാവ്ലോൺ ബ്രാൻഡിനെ വാങ്ങി. ITC എന്നത് ഇംപീരിയൽ ടുബാക്കോ കമ്പനി എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അവർ FMCG മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തി. അവർ ജോൺസൺ ആൻഡ് ജോൺസണിൽ നിന്ന് സാവ്ലോൺ ബ്രാൻഡിനെ ഇന്ത്യയിൽ വാങ്ങി. അതോടൊപ്പം ഷവർ ടു ഷവർ എന്ന പൗഡർ ബ്രാൻഡും അവർ വാങ്ങി. അന്ന് സാവ്ലോണിന്റെ ആകെ വാർഷിക വിൽപ്പന വളരെ കുറവായിരുന്നു. വെറും 65 കോടി രൂപ മാത്രമായിരുന്നു സാവ്ലോണിന്റെ വിൽപ്പന. എന്നാൽ ഡെറ്റോളിന്റെ വിൽപ്പന 700 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. എന്നിട്ടും ITC ഈ ബ്രാൻഡ് വാങ്ങി. അവർക്ക് സാവ്ലോണിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. തങ്ങളുടെ വലിയ വിതരണ ശൃംഖല ഉപയോഗിച്ച് സാവ്ലോണിനെ വളർത്താൻ ITC തീരുമാനിച്ചു. സഞ്ജീവ് പുരി എന്ന മികച്ച നേതാവാണ് ITCയുടെ തലവൻ. ITC നെക്സ്റ്റ് എന്ന പുതിയ തന്ത്രം അദ്ദേഹം അവതരിപ്പിച്ചു. അതുവഴി പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ അവർ തീരുമാനിച്ചു. ITC സാവ്ലോണിനെ അടിമുടി മാറ്റി. ആദ്യം സാവ്ലോൺ വെറും ഒരു ദ്രാവകം മാത്രമായിരുന്നു. ITC അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അവർ ആദ്യം സാവ്ലോൺ സോപ്പുകൾ വിപണിയിൽ ഇറക്കി. പിന്നീട് ഹാൻഡ് വാഷുകൾ അവതരിപ്പിച്ചു. പല നിറങ്ങളിലും പല മണങ്ങളിലും ഹാൻഡ് വാഷുകൾ വന്നു. കൈകൾ അണുവിമുക്തമാക്കാൻ സാനിറ്റൈസറുകൾ പുറത്തിറക്കി. ശരീരവും മുഖവും തുടയ്ക്കാൻ വൈപ്പുകൾ ഇറക്കി. വളരെ വേഗത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ എല്ലാ കടകളിലും എത്തി. ആളുകൾ വീണ്ടും സാവ്ലോൺ ഉപയോഗിക്കാൻ തുടങ്ങി. വില കുറവായതുകൊണ്ട് സാധാരണക്കാർക്കും ഇത് വാങ്ങാൻ കഴിഞ്ഞു. ITCയുടെ പരസ്യങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു. മുറിവിൽ മരുന്ന് പുരട്ടുമ്പോഴുള്ള വേദന ഇല്ലാതാക്കാൻ സാവ്ലോൺ സഹായിക്കുമെന്ന് അവർ വീണ്ടും പറഞ്ഞു. മെല്ലെ മെല്ലെ ആളുകൾ അത് വിശ്വസിക്കാൻ തുടങ്ങി. FMCG മേഖല വളരെ വലിയ ഒരു വിപണിയാണ്. ഇന്ത്യയിൽ ഈ മേഖല അതിവേഗം വളരുകയാണ്. വിപ്രോ കൺസ്യൂമർ കെയർ പോലെയുള്ള കമ്പനികളും ഈ രംഗത്ത് സജീവമാണ്. വിപ്രോ അടുത്തിടെ ജോ ഡോയ്, ഡോക്ടർ ഷീൽഡ് എന്നീ പുതിയ ബ്രാൻഡുകൾ വാങ്ങി. വിപണിയിലെ മത്സരം വളരെ കടുത്തതാണ്. ഈ കടുത്ത മത്സരത്തിനിടയിലാണ് സാവ്ലോൺ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചത്. ITCയുടെ മറ്റ് ബ്രാൻഡുകളായ വിവൽ, എൻഗേജ്, ഫിയാമ, നിമൈൽ എന്നിവയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ ആരോഗ്യ പരിപാലന രംഗത്ത് സാവ്ലോൺ തന്നെയാണ് ITCയുടെ ഏറ്റവും വലിയ ആയുധം.
കൊറോണ സമയത്ത് മാത്രമല്ല അതിനുശേഷവും സാവ്ലോൺ വിൽപ്പനയിൽ വലിയ കുതിപ്പ് തുടർന്നു. ITC വളരെ വ്യത്യസ്തമായ പരസ്യ ആശയങ്ങൾ കൊണ്ടുവന്നു. ഒഗിൽവി എന്ന പ്രശസ്തമായ പരസ്യ കമ്പനിയാണ് അവർക്ക് വേണ്ടി ഇത് ചെയ്തത്. മഹേഷ് അംബാലിയ എന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അവർ കുട്ടികളെ ലക്ഷ്യം വെച്ച് പുതിയ പദ്ധതികൾ തുടങ്ങി. അതിൽ ഏറ്റവും മികച്ച ഒന്നായിരുന്നു ഹെൽത്തി ഹാൻഡ്സ് ചോക്ക് സ്റ്റിക്സ്. 2017 ഇത് അവതരിപ്പിച്ചത്. ഗ്രാമങ്ങളിലെ സ്കൂൾ കുട്ടികൾ സ്ലേറ്റിൽ എഴുതാൻ ചോക്ക് ഉപയോഗിക്കുന്നു. അവരുടെ കൈകളിൽ എപ്പോഴും ചോക്ക് പൊടി പറ്റിയിരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കുട്ടികൾ വെറുതെ വെള്ളത്തിൽ കൈ കഴുകും. സോപ്പ് ഉപയോഗിക്കാൻ അവർക്ക് മടിയാണ്. ITC ഇതിനൊരു പരിഹാരം കണ്ടെത്തി. അവർ ചോക്ക് നിർമ്മിക്കുമ്പോൾ അതിൽ സോപ്പ് പൊടി ചേർത്തു. കുട്ടികൾ ഈ ചോക്ക് ഉപയോഗിച്ച് എഴുതി. അതിനുശേഷം കൈ കഴുകാൻ വെള്ളമൊഴിക്കുമ്പോൾ കൈയിലെ ചോക്ക് പൊടി സോപ്പായി മാറി. ഇത് വളരെ വലിയ ഒരു അത്ഭുതമായിരുന്നു. കുട്ടികൾക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കൈ കഴുകുന്നത് ഒരു ശീലമായി മാറി. ഈ ആശയം ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടി. ഫ്രാൻസിലെ കാൻ ലയൺസ് അവാർഡ് വേദിയിൽ ഈ ആശയത്തിന് വലിയ പുരസ്കാരം ലഭിച്ചു. ക്രിയേറ്റീവ് ഇഫക്റ്റീവ്നെസ് എന്ന വിഭാഗത്തിൽ സാവ്ലോൺ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടി. ഒരു ഇന്ത്യൻ ബ്രാൻഡിന് ആദ്യമായാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. കാഴ്ചയില്ലാത്തവർക്ക് കൂടി തിരിച്ചറിയാൻ ബെയ്ലി ലിപിയിൽ സാവ്ലോൺ പാക്കറ്റുകൾ അവർ പുറത്തിറക്കി. ഇതും വലിയ പ്രശംസ നേടി. കുട്ടികളിൽ വൃത്തി ശീലിപ്പിക്കാൻ ITC സാവ്ലോൺ സ്വസ്ഥ് ഇന്ത്യ മിഷൻ എന്ന വലിയൊരു പദ്ധതി തുടങ്ങി. 2016 ഇത് ആരംഭിച്ചത്. സ്കൂളുകളിൽ പോയി കുട്ടികളെ വ്യക്തിശുചിത്വം പഠിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതുവരെ 10 ദശലക്ഷത്തിലധികം കുട്ടികളിൽ ഈ പദ്ധതി എത്തിക്കഴിഞ്ഞു. കുട്ടികളെ ആകർഷിക്കാൻ അവർ പ്രമുഖരെ ഒപ്പം കൂട്ടി. പ്രശസ്ത ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറെ അവർ ബ്രാൻഡ് അംബാസഡറാക്കി. കൈകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് സച്ചിൻ കുട്ടികളോട് പറഞ്ഞു. അതുപോലെ പ്രശസ്ത റാപ്പർ എമീവെ ബൻഡായിയുമായി ചേർന്ന് ഹാൻഡ് വാഷ് ലെജൻഡ് എന്ന പേരിൽ ഒരു പുതിയ ഗാനം സാവ്ലോൺ പുറത്തിറക്കി. ധാരാവി ഡ്രീം പ്രൊജക്റ്റിലെ കുട്ടികളും ഇതിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് ഈ ഗാനം വളരെ ഇഷ്ടപ്പെട്ടു. കൈ കഴുകുന്നത് ഒരു രസകരമായ കാര്യമായി അവർ കണ്ടു. അടുത്തിടെ കാന്താർ എന്ന ഏജൻസി ഒരു പഠനം നടത്തി. ഈ പഠനത്തിൽ വളരെ മികച്ച വിവരങ്ങൾ ലഭിച്ചു. 87% അമ്മമാരും പറഞ്ഞു തങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണെന്ന്. 96% കുട്ടികളും ശരിയായ രീതിയിൽ കൈ കഴുകാൻ പഠിച്ചു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശൗചാലയം ഉപയോഗിച്ചതിനു ശേഷവും അവർ കൈ കഴുകുന്നു. ഈ പദ്ധതി ഒരു വലിയ വിജയമായി മാറി. 2020 കോവിഡ് പാൻഡമിക് ലോകമെമ്പാടും പരന്നു. കൊറോണ വൈറസ് ജനങ്ങളിൽ വലിയ ഭയമുണ്ടാക്കി. അണുബാധ തടയാൻ സാനിറ്റൈസറുകൾ നിർബന്ധമായി മാറി. ഹാൻഡ് വാഷുകൾക്കും വലിയ ഡിമാൻഡ് വന്നു. വിപണിയിൽ ഉൽപ്പന്നങ്ങൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടായി. ഈ പ്രതിസന്ധി സമയത്ത് ITC വളരെ വേഗത്തിൽ പ്രവർത്തിച്ചു. അവർ തങ്ങളുടെ പെർഫ്യൂം ഫാക്ടറികൾ സാനിറ്റൈസർ ഫാക്ടറികളാക്കി മാറ്റി. സാവ്ലോൺ ഹെക്സ എന്ന പേരിൽ പുതിയ സാനിറ്റൈസർ അവർ വിപണിയിൽ ഇറക്കി. ഇത് വൈറസുകളെ വേഗത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നു. സാധാരണക്കാർക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ സാനിറ്റൈസർ സാവ്ലോൺ പുറത്തിറക്കി. ജിവോഡൻ എന്ന കമ്പനിയുമായി ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. ചെറിയ കവറുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇത് എത്തിയത്. ഇതിന് വളരെ കുറഞ്ഞ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണക്കാർക്ക് ഇത് വലിയ ആശ്വാസമായി. പ്ലാസ്റ്റിക് കുപ്പികളിലെ സാനിറ്റൈസർ വാങ്ങാൻ പണമില്ലാത്തവർ ഈ ചെറിയ കവറുകൾ വാങ്ങി. അതുകൂടാതെ മുറികളും വീട്ടു സാധനങ്ങളും അണുവിമുക്തമാക്കാൻ സർഫസ് സ്പ്രേകൾ സാവ്ലോൺ വിപണിയിൽ ഇറക്കി. സീറോ കോണ്ടാക്ട് സാനിറ്റൈസറുകളും അവർ നിർമ്മിച്ചു. കോവിഡ് കാലത്ത് സാവ്ലോണിന്റെ വിൽപ്പന വളരെ വേഗത്തിൽ വർദ്ധിച്ചു. 1000 കോടി രൂപയിലധികം വിൽപ്പന സാവ്ലോൺ ഒറ്റ വർഷം കൊണ്ട് നേടി. ഡെറ്റോളിനൊപ്പം എത്താൻ സാവ്ലോണിന് കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് വലിയ ഭീഷണിയാണ്. മുൻപ് ഏത് സമയത്താണ് പനി വരുന്നത് എന്ന് നമുക്കറിയാമായിരുന്നു. മഴക്കാലത്ത് പനി വരുന്നത് സാധാരണമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറുകയാണ്. ഇത് കുട്ടികളുടെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുന്നു. അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ചെറിയ കുട്ടികളുടെ പ്രതിരോധശേഷി വളരെ വേഗത്തിൽ കുറയുന്നു. പെട്ടെന്നുള്ള ചൂടും പെട്ടെന്നുള്ള തണുപ്പും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് തടയാൻ വ്യക്തിശുചിത്വം അത്യന്താപേക്ഷിതമാണ്. സാവ്ലോൺ ഈ വിഷയത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നു. കുട്ടികളെ വൃത്തിയായി ജീവിക്കാൻ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. സാവ്ലോൺ സ്വസ്ഥ് ഇന്ത്യ മിഷൻ ഇതിനായി മാതാപിതാക്കളെ സഹായിക്കുന്നു. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാൽ കുട്ടികളെ അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അസുഖങ്ങളെ ഒരു പരിധിവരെ തടയാൻ വൃത്തിയിലൂടെ സാധിക്കും. ഇന്ന് നമ്മൾ പുതിയ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ മരുന്നുകളെ ചേർക്കുന്ന അണുക്കൾ വലിയ ഭീഷണിയാണ്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആളുകൾ അമിതമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് കാരണം രോഗാണുക്കൾ ശക്തി പ്രാപിക്കുന്നു. പുതിയ രോഗാണുക്കൾ പെട്ടെന്ന് പടരുന്നു. ഇത് തടയാൻ സാവ്ലോൺ സ്വസ്ഥ് ഇന്ത്യ മിഷൻ ഒരു പുതിയ പോഡ്കാസ്റ്റ് തുടങ്ങി. ദി ഡോഗ് സ്പോഡ് എന്നാണ് ഇതിന്റെ പേര്. മാധ്യമപ്രവർത്തക ഫേ ഡിസൂസയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇതിൽ ഡോക്ടർ വിജയ് എവാലെ പങ്കെടുത്തു. കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതിനായി ഷേക്ക് എന്ന ഒരു പുതിയ ഫോർമുല സാവ്ലോൺ അവതരിപ്പിച്ചു. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയത്. എസ് എന്നാൽ സാനിറ്റൈസ് ചെയ്യുക എന്നാണ് അർത്ഥം. വീട്ടിലെ സാധനങ്ങൾ എപ്പോഴും അണുവിമുക്തമാക്കണം. എച്ച് എന്നാൽ ഹാൻഡ് വാഷ് ഉപയോഗിക്കുക. 20 സെക്കൻഡെങ്കിലും കൈ കഴുകണം. എ എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കണം. കെ എന്നാൽ മുറിവുകൾ വൃത്തിയായി സൂക്ഷിക്കുക. ഇതിനായി സാവ്ലോൺ ലിക്വിഡ് ഉപയോഗിക്കാം. ഇ എന്നാൽ നല്ല ഭക്ഷണം കഴിക്കുക.
പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് അത്യാവശ്യമാണ്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാം. സാവ്ലോൺ ഇന്ന് വെറും ഒരു മരുന്ന് കമ്പനി മാത്രമല്ല, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. സാവ്ലോൺ ഇന്ത്യയിൽ വലിയ വിജയമായി മാറി. ഇപ്പോൾ അവർ ഇന്ത്യക്ക് പുറത്തേക്കും വളരുകയാണ്. പുതിയ വാർത്തയനുസരിച്ച് 2026 മാർച്ചിൽ ITC ഒരു വലിയ ഏറ്റെടുക്കൽ കൂടി നടത്തി. ബംഗ്ലാദേശിലെ ICI ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് അവർ സാവ്ലോൺ ബംഗ്ലാദേശ് ബ്രാൻഡിനെ വാങ്ങി. ബംഗ്ലാദേശിലെ ഏറ്റവും പ്രമുഖമായ ആന്റിസെപ്റ്റിക് ബ്രാൻഡാണ് സാവ്ലോൺ ബംഗ്ലാദേശ്. അവിടെയും സോപ്പുകൾ, ഹാൻഡ് വാഷുകൾ, സാനിറ്റൈസറുകൾ, ക്രീമുകൾ എന്നിവ സാവ്ലോൺ നിർമ്മിക്കുന്നുണ്ട്. ഈ പുതിയ ഏറ്റെടുക്കൽ വഴി ബംഗ്ലാദേശ് വിപണിയിലും ITC തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. ഇത് സാവ്ലോണിന്റെ ചരിത്രത്തിലെ വളരെ വലിയ ഒരു നാഴികക്കല്ലാണ്. ബംഗ്ലാദേശിലെ ജനങ്ങൾക്കും മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകാൻ ITCക്ക് ഇനി സാധിക്കും. സാവ്ലോണിന്റെ ഈ ചരിത്രം നമ്മെ ഒട്ടേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. തുടക്കത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടും അവർ പിന്മാറിയില്ല. ജോൺസൺ ആൻഡ് ജോൺസന്റെ കാലത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഡെറ്റോളിന് മുൻപിൽ അവർ തളർന്നുപോയി. എന്നാൽ ITC വന്നതിന് ശേഷം എല്ലാം മാറി മറിഞ്ഞു. കൃത്യമായ തന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഏത് പരാജയത്തെയും വലിയ വിജയമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ITC തെളിയിച്ചു. മികച്ച ആശയങ്ങളും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് സാവ്ലോണിനെ വളർത്തിയത്. ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് അവർ പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വില കുറച്ച് സാധനങ്ങൾ നൽകി ജനങ്ങളെ സഹായിച്ചു. അതുപോലെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും അവർ മുൻപന്തിയിൽ വന്നു. സാവ്ലോണിന്റെ വളർച്ച ഇനിയും തുടരുമെന്ന് നമുക്ക് ഉറപ്പാണ്.